നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു. ചൈനയിൽ നിന്നുള്ള മത്സരവും ആഗോള ഡിമാൻഡിലെ കുറവുമാണ് കയറ്റുമതിയിലെ ഇടിവിന് കാരണം. ഇന്ത്യ കാനഡ വ്യാപാര കരാറിനുള്ള സാധ്യത തെളിയുന്നു. ചർച്ചകൾ വീണ്ടും തുടങ്ങും. ലക്ഷ്യം സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം. യുദ്ധഭീതിയിൽ ഉലഞ്ഞ് എണ്ണ വിപണി. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $63.24 വിതരണ തടസ്സമുണ്ടായേക്കാമെന്ന് ഭയം. വികസന ലക്ഷ്യത്തിലൂന്നുന്ന ബജറ്റായിരിക്കും 2026 റിപ്പോർട്ട്. വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കിടയിലും സാമ്പത്തിക സ്ഥിരതയ്ക്കും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകും. വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. ഊർജ്ജം, വ്യോമയാന, പ്രതിരോധ രംഗങ്ങളിൽ കരാറുണ്ടാകുമെന്ന് സൂചന. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 503 പോയിന്റ് താഴ്ന്ന് 85,138 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 143 പോയിന്റ് താഴ്ന്ന് 26,032 അവസാനിച്ചു. വിശദാംശങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി ഒക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ ക്ലോസിംഗ് അപ്ഡേറ്റ്സുകൾ? ഇന്നത്തെ ഒരു മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവിലേക്കാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചേർന്നിരിക്കുന്നത്. 26,057 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഇന്നൊരു ക്ലോസിംഗ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ലഭിച്ചിരിക്കുന്ന ഒരു ഡാറ്റകളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ US നിന്നൊക്കെയുള്ള ഒരു ഡാറ്റ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒരു ഇടിവായിരുന്നു. കൂടാതെ ഏഷ്യൻ വിപണികൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയായിരുന്നു ഏഷ്യൻ വിപണികളിലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. കൂടാതെ ഡൊമസ്റ്റിക്കലി വന്നിരിക്കുന്ന ഡാറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ PMI ഡാറ്റ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഥവാ IIP ഡാറ്റകളിലേക്ക് കടക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആയിരുന്നു ഇന്ത്യൻ വിപണിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഓൾ ടൈം ലോ രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ തന്നെ വിപണിക്ക് നിലവിൽ ഇപ്പോൾ ഒരു തിരിച്ചടി ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലെവലിൽ ചെറിയ ഒരു തിരുത്തുണ്ട്. ഏകദേശം 0.55% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 26,032 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഓഹരികളുടെ ഒരു പെർഫോമൻസിൽ വിപണിയിലെ ഒരു വീക്ക് സെന്റിമെന്റ് നിലനിൽക്കുമ്പോഴും ഏഷ്യൻ മെയിൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3% മുകളിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡീസിലേക്ക് വരികയാണെങ്കിൽ 1.36% ഒരു നേട്ടം. അതായത് വളരെ മികച്ച രീതിയിലുള്ള ബ്രോക്കറേജ് വ്യൂസ് ഒക്കെ തന്നെ ഡോക്ടർ റെഡ്ഡീസിന്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു. ചൈനയിൽ നിന്നുള്ള മത്സരവും ആഗോള ഡിമാൻഡിലെ കുറവുമാണ് കയറ്റുമതിയിലെ ഇടിവിന് കാരണം. ഒക്ടോബറിലെ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 38.98 ബില്യണിൽ നിന്ന് 34.38 ബില്യണിലേക്ക് ഇടിഞ്ഞു. അതായത് 12.6% ഇടിവ്. സേവന മേഖല ഉൾപ്പെടെയുള്ള മൊത്തം കയറ്റുമതിയും 72.89 ബില്യണായി താഴ്ന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് ഇന്ത്യയുടെ ടോപ്പ് 10 കയറ്റുമതി വിഭാഗങ്ങൾ ഒന്നിച്ച് ഇത്രയും വലിയ തകർച്ച നേരിടുന്നത്. US ഏർപ്പെടുത്തിയ 50% താരിഫും ആഗോള ഡിമാൻഡിലെ കുറവുമാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനീസ് കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ആഗോള വിപണികളിൽ വിറ്റഴിക്കുകയാണ്. ഇതിനെ ഡംപിംഗ് എന്ന് വിളിക്കുന്നു. ഈ വിലക്കുറവിന് മുന്നിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കാതെ വരുന്നു. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഫെന്റനൈൽ താരിഫ് 20% നിന്ന് 10% കുറച്ചത് ചൈനയ്ക്ക് പരോക്ഷമായി ഗുണം ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് നേരിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും അനുബന്ധ ഘടകങ്ങളുടെ താരിഫ് കുറയുന്നത് ചൈനീസ് കയറ്റുമതിക്ക് കൂടുതൽ അനുകൂലമാകും.
ചൈനയുടെ തന്ത്രപരമായ വിപണി വൈവിധ്യവൽക്കരണവും ഇന്ത്യക്ക് തിരിച്ചടിയാണ്. ചൈനയുടെ അമേരിക്കൻ വിപണിയിലുള്ള ആശ്രിതത്വം കുറയുകയാണ്. ഒക്ടോബറിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 18% ഇടിഞ്ഞപ്പോഴും മറ്റ് പ്രധാന വിപണികളിൽ ചൈന ശക്തമായി മുന്നേറുന്നുണ്ട്. അതിനാൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകർ എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി തുടങ്ങിയ കയറ്റുമതി മേഖലകളിലെ കമ്പനികളുടെ പ്രകടനം നിരീക്ഷിക്കുന്നത് നിർണായകമാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. കാരണം നയപരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ മേഖലകൾക്ക് ചൈനീസ് വെല്ലുവിളിയെ അതിജീവിക്കാൻ പ്രയാസമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ കാനഡ വ്യാപാര കരാറിനുള്ള സാധ്യത തെളിയുന്നു. ചർച്ചകൾ വീണ്ടും തുടങ്ങും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്തമാണ് ലക്ഷ്യം. 2026 ആദ്യ പാദത്തോടെ ഇന്ത്യയും കാനഡയും ഒരു ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ഔപചാരിക ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യത. എന്നാൽ 2 വർഷം മുമ്പ് താൽക്കാലികമായി നിർത്തിവെച്ച ചർച്ചകളുടെ തുടർച്ചയല്ലെന്നും റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും ഒരു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ കൂടുതൽ താൽപര്യം കാണിക്കുന്നു. 1 വർഷത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം 2023 സെപ്റ്റംബറിൽ ഇന്ത്യയും കാനഡയും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നിർത്തിവെച്ചു. സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് കാനഡയുടെ അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ താൽക്കാലികമായി കരാർ ചർച്ചകൾ അവസാനിപ്പിച്ചു. 2025 മാർച്ചിൽ കനേഡിയൻ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഉഭയകക്ഷി ബന്ധങ്ങൾ കരുത്താർജിക്കാൻ തുടങ്ങി. ജോഹന്നാസ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാർണിയും കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കാനും 2030ഓടെ വ്യാപാരം $50 ബില്യൺ ഇരട്ടിയാക്കാനും തീരുമാനിച്ചു. നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജ്ജം, വ്യോമയാനം, പ്രതിരോധശേഷികൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യുദ്ധഭീതിയിലുലഞ്ഞ് എണ്ണ കമ്പനി ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $63.24 വിതരണ തടസ്സമുണ്ടായേക്കാമെന്ന് ഭയം. ആഗോള എണ്ണ വിപണിയെ ഉലയ്ക്കുന്നത് 3 വസ്തുതകളാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. യുക്രൈൻ-റഷ്യ സംഘർഷമാണ് ആദ്യത്തേത്. റഷ്യ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള യുക്രൈന്റെ ഡ്രോൺ ആക്രമണം വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കരിങ്കടലിലെ CPC ടെർമിനലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണവും പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സൈനിക നടപടി യുദ്ധം പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇത് വിതരണ ഭീഷണി നിലനിർത്തുകയും പ്രത്യേകിച്ച് ഡീസൽ, ഗ്യാസ്, ഓയിൽ വിപണികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. US വെനസ്വേലൻ പിരിമുറുക്കമാണ് അടുത്ത വെല്ലുവിളി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയ്ക്ക് ചുറ്റുമുള്ള വ്യോമമേഖല മുഴുവനായും അടച്ചിരിക്കുകയാണ്. പൂർണ്ണമായ സൈനിക സംഘർഷത്തിന് സാധ്യതയില്ലെങ്കിലും നിലവിലെ സംഭവവികാസങ്ങൾ വെനസ്വേലയുടെ ആഭ്യന്തര സ്ഥിതിയെ അസ്ഥിരപ്പെടുത്താനും അവിടുത്തെ എണ്ണ ഉൽപ്പാദനത്തെയും കയറ്റുമതിയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് DBS അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. അതേസമയം ആഗോളതലത്തിൽ വിതരണം വർദ്ധിപ്പിക്കുക എന്ന് ഒപെക്കിന്റെ US ഇൻവെന്ററി ഡാറ്റയുടെ ആശങ്കകൾ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഈ 3 ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും വരും ആഴ്ചകളിലെ എണ്ണവിലയുടെ ഗതിയെന്നും വിദഗ്ധർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വികസന ലക്ഷ്യത്തിലൂന്ന ബജറ്റായിരിക്കും 2026 റിപ്പോർട്ട്. വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കിടയിലും സാമ്പത്തിക സ്ഥിരതയ്ക്കും നിക്ഷേപക പ്രോത്സാഹനത്തിനും പ്രാധാന്യം നൽകും. 2026 ബജറ്റിൽ വളർച്ചാ ലക്ഷ്യങ്ങളെയും സഖ്യകക്ഷി പങ്കാളികളുടെ മുൻഗണനകളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. നിലവിലുള്ള നികുതി നയങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകും. നിലവിലെ GDP മുന്നേറ്റം ആശ്വാസകരമാണ്. എങ്കിലും അടുത്ത പാദങ്ങളിൽ ഈ മുന്നേറ്റം നിലനിർത്തുമോ എന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്ക് ആശങ്കയുണ്ട്. ഇതിന് പ്രധാന കാരണം US-ഉമായുള്ള വ്യാപാര കരാറിലെ അനിശ്ചിതത്വമാണ്. വർദ്ധിച്ചുവരുന്ന വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായി കയറ്റുമതിക്ക് പുതിയ പ്രോത്സാഹനങ്ങൾ നൽകാനും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് പോലുള്ള കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും അവർ വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ ആഭ്യന്തര ഡിമാൻഡിന്റെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും US താരിഫ് പോലുള്ള ബാഹ്യ വെല്ലുവിളികളുടെ പൂർണ്ണമായ പ്രത്യാഘാതം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ബഡ്ജറ്റ് 2026 ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യയുടെ അടുത്ത 5 വർഷത്തെ സാമ്പത്തിക ഭാവിയും ഓഹരി വിപണിയുടെ ചലനങ്ങളുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുടിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. ഊർജ്ജം, വ്യോമയാന, പ്രതിരോധ രംഗങ്ങളിൽ കരാറുണ്ടാകുമെന്ന് സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പുതിയ ഊർജ്ജ പ്രതിരോധ കരാറുകൾ വന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വീണ്ടും പ്രതികാര നടപടികൾ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാകുമോ എന്ന ആശങ്കയിലാണ് സാമ്പത്തിക ലോകം. ഇക്കാര്യം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്.
അതേസമയം വിലക്കുറവിൽ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങാൻ പൊതുമേഖലാ കമ്പനികൾക്ക് സാധിക്കുമോ എന്നറിയാനും സാമ്പത്തിക ലോകം കാത്തിരിക്കുകയാണ്. ഈ ഊർജ്ജ ബന്ധത്തിലെ മാറ്റങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിലും ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികളുടെ ഓഹരികളിലും ഉടനടി പ്രതിഫലിച്ചേക്കാം. പുടിന്റെ സംഘത്തിൽ പ്രതിരോധ മന്ത്രിയും റഷ്യയുടെ പ്രമുഖ ആയുധ കയറ്റുമതി സ്ഥാപനമായ റോസോബോറോൺ എക്സ്പോർട്ടിന്റെ മേധാവിയും ഉൾപ്പെടുന്നുവെന്നത് പുതിയ ആയുധ കരാറുകൾ വരുമെന്നതിന്റെ സൂചനയായാണ് കാണുന്നത്. പുടിന്റെ പ്രതിനിധി സംഘത്തിൽ സെർബാങ്ക്, റോസ്നെഫ്റ്റ്, ഗ്യാസ് പ്രോം നെഫ്റ്റ് തുടങ്ങിയ വൻകിട കമ്പനികളുടെ സിഇഒമാരുമുണ്ട്. അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ രൂപയിലേക്ക് പൂർണ്ണമായും മാറിയേക്കാം. സെർബാങ്ക് ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ രൂപയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് രൂപയുടെ അന്താരാഷ്ട്ര വിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രൂപയിലുള്ള ഇടപാടുകളുടെ വളർച്ച ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയ്ക്കും കയറ്റുമതിക്കാർക്കും പുതിയ സാധ്യതകൾ നൽകും. പ്രതിരോധ കരാറുകൾ യാഥാർത്ഥ്യമായാൽ HAL പോലുള്ള പ്രതിരോധ കമ്പനികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ദ്വിദിന ഇന്റർനാഷണൽ കോൺഫറൻസിന് തുടക്കമായി. തദ്ദേശീയ വിജ്ഞാനവും സുസ്ഥിരതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കോൺഫറൻസ് നടക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ സുസ്ഥിരതയ്ക്കും നവീകരണത്തിനുമുള്ള ആഗോള വേദിയാക്കി മാറ്റുന്ന സുസ്ഥിരവും തദ്ദേശീയവുമായ സാങ്കേതിക വിദ്യകളും സംസ്കാരങ്ങളും സംബന്ധിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ തുടക്കമായി. കാലടി ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മുത്തുലക്ഷ്മി ദ്വിദിന കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ മാർട്ടിൻ കെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. Sustainable and indigenous technologies and cultures in India are rooted in the philosophy of living in harmony with nature, emphasizing resourcefulness, circular economy principles, and minimal waste generation. എക്സിക്യൂട്ടീവ് മാനേജർ റവറൽ ഫാദർ ബിജു പാണക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡീൻ ഓഫ് റിസർച്ച് ഡോക്ടർ ജോയ് സി ജോസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ IQAC കോർഡിനേറ്റർ ഡോക്ടർ ദിവ്യ ജോർജ്, ഇന്നൊവേഷൻ സെൽ കോർഡിനേറ്റർ ഡോക്ടർ ജോൺസ് നടുവത്ത്, IKAC കൺവീനർ സിസ്റ്റർ ഡോക്ടർ ഷീബ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. മൈഗ്രേഷൻ ആൻഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ യുണൈറ്റഡ് കിങ്ഡം പ്രൊഫസർ ശശി പള്ളിക്കടവത്ത് പ്രബന്ധം അവതരിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറിയും ഡീൻ ഓഫ് ആർട്സ് ഡോക്ടർ ബിജു ജോണാണ് ഈ പ്രഭാഷണത്തിന് ചെയർ ചെയ്തത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്നൊവേഷൻ കൗൺസിലും IEDC കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇന്ത്യൻ നോളജ് സിസ്റ്റവും IQACയും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ കോൺഫറൻസിന് പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ മാർട്ടിൻ കെ ആണ് നേതൃത്വം നൽകുന്നത്. USA ടെക്സസ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ദർശന മനേത്ത് ശശി, ഡൽഹി യൂണിവേഴ്സിറ്റി അധ്യാപിക ഡോക്ടർ നേഹ സിൻഗൽ എന്നിവരും ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 140 പ്രബന്ധങ്ങളാണ് പരിപാടിയിൽ അവതരിപ്പിക്കുന്നത്. 9 വ്യത്യസ്ത വിഷയങ്ങളെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾക്ക് സമ്മാനങ്ങളും പ്രശസ്തി പത്രവും നൽകി. 200-ലധികം ഗവേഷണ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ കോൺഫറൻസിൽ കോളേജ് ഗവേഷണ മികവിന് നൽകുന്ന സാന്തോം അവാർഡ് വിതരണം ചെയ്തു. നിർഫ് ക്രിഫ് റാങ്കുകളുടെ തിളക്കത്തോടെ 138 ഗവേഷണ വിദ്യാർത്ഥികളും 46 റിസർച്ച് ഗൈഡുകളും പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ മുൻനിര എയ്ഡഡ് കോളേജുകളിൽ ഒന്നാണ് സെന്റ് തോമസ് കോളേജ്. ന്യൂസ് ബ്യൂറോ, മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷവും ഇടിവ്. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,905 രൂപയും പവന് 95,240 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിനും വില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 9,790 രൂപയായി. പവന് 78,320 രൂപയാണ്. വെള്ളി വില ഗ്രാമിന് 196 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു. ചൈനയിൽ നിന്നുള്ള മത്സരവും ആഗോള ഡിമാൻഡിലെ കുറവുമാണ് കയറ്റുമതിയിലെ ഇടിവിന് കാരണം. ഇന്ത്യ കാനഡ വ്യാപാര കരാറിനുള്ള സാധ്യത തെളിയുന്നു. ചർച്ചകൾ വീണ്ടും തുടങ്ങും. ലക്ഷ്യം സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം.
യുദ്ധഭീതിയിൽ ഉലഞ്ഞ് എണ്ണ വിപണി. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $63.24 വിതരണ തടസ്സമുണ്ടായേക്കാമെന്ന് ഭയം. വികസന ലക്ഷ്യത്തിലൂന്നുന്ന ബജറ്റായിരിക്കും 2026 റിപ്പോർട്ട്. വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കിടയിലും സാമ്പത്തിക സ്ഥിരതയ്ക്കും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകും. വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. ഊർജം, വ്യോമയാന, പ്രതിരോധ രംഗങ്ങളിൽ കരാറുണ്ടാകുമെന്ന് സൂചന. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.